ശ്രീനാഥ് ബാസി. നമസ്കാരം. നമസ്കാരം ചേട്ടാ. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. പേടിക്കണ്ട ആശാനെ. അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ബാസി അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ബാസിനെ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുക. അല്ല, ബാസി ഇങ്ങനെ ഒരാളാണ്, എന്റെ ലൊക്കേഷനിൽ വന്നാൽ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർ വിളിക്കരുത്. നാടകം കളിക്കുകയാണല്ലേ? ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പട്ടി കഴിവേറി. നിങ്ങക്ക് വേറെ ചോദ്യങ്ങളില്ലാത്ത പോലെയാണ്. മറ്റേ എന്നെ വിളിച്ചിരുത്തിയിട്ട് മറ്റേ കീറണ പോലെ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്ത് പറ്റി? എടാ ഇവിടുന്ന് പോയാ ഒരു 100 ചാനലുകാരുണ്ട് എന്നെ കൊത്തിക്കൊണ്ട് എന്റെ വേറൊരുത്തം വിളിച്ചിട്ട് ബാസി എങ്ങനെയാണ് ബാസി ഇങ്ങനെ, അതൊക്കെ ആവശ്യമില്ലാത്ത അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ഐ ഫെൽറ്റ് ലൈക്ക് സ്കിന്നിങ്. എന്റെ തൊലി ഉലിഞ്ഞോണല്ലോ ഇവിടെ ഇരുന്നിട്ട്. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ബാസി അങ്ങനെയാണ്, ബാസി ചുമ്മാ ഇരുന്ന് കണ്ടട്ടെ. അല്ല, ബാസിനെ കുറച്ചൊന്ന് ഇമോഷനൊക്കെ ആക്കാന്നൊക്കെ വിചാരിച്ചാണോ? ഇമോഷണലാക്കാൻ തന്നെയോ? അത് നല്ലതല്ല. നമ്മള് വിളിച്ചത് അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് വേറെ എന്തൊക്കെ ചോദിക്കാം. മാധ്യമങ്ങള് ഈ ബാസിയേട്ടനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ തോന്നിയായിരുന്നു, കണ്ടായിരുന്നില്ലേ? അയ്യോ, എന്നെ ട്രോള് കേട്ടല്ലേ. നീ ഇങ്ങനെ ചിരിക്കരുത്, നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ബാസിയേട്ടനെ ഇപ്പൊ ഒരിടയ്ക്ക് ഒരു ന്യൂസ് കേട്ടാ, ഞാൻ ഫിലിമിൽ ആക്ടിങ് നിർത്താൻ പോവാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇതൊക്കെ കണ്ടാ ഞാൻ അല്ല, ഇതൊക്കെ താഴെ എവിടെന്നാണോ കേക്കണത്? ചൈന ഭാഷ പറയുന്നോടാ. ഞാൻ ആദ്യം ഈ കേക്കണ സ്ഥലം മാറ്റി, എന്നിട്ട് നല്ല ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കും. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നിയിട്ടുണ്ടോ ഇത് വർക്ക് ആവുന്നില്ല? ഈ ചോദ്യം പലതവണയായി. ഇനി ചോദിച്ചാ പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. തിളച്ച പാലെടുത്ത് മോന്തൊക്കെ ഒഴിക്കും. എടാ, നീ മഞ്ഞുമല ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് പടം? അടിപൊളി. ഞാനെന്തിനാണോ പിന്നെ ഇങ്ങനത്തെ മണ്ട ചിന്താഗതിയൊക്കെ തലേ വെക്കണത്? ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.